പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ നിർണായക ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവ വെട്ടിക്കുറച്ചു. 10 രൂപ വീതമാണ് ഡീസലിനും പെട്രോളിനും കുറവ് വരുത്തിയത്. രാജ്യത്ത് എനർജി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന ദുഷ്പ്രചാരണം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തള്ളി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 സാഹചര്യത്തിലാണ് നിർണായക ഇടപെടൽ കേന്ദ്രം നടത്തുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവയിൽ 10 രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. 13 രൂപയായിരുന്ന പെട്രോളിന്റെ എക്സൈസ് തീരുവ 10 രൂപയായി കുറച്ച് 3 രൂപയാക്കി നിശ്ചയിച്ചു. 10 രൂപയായിരുന്ന ഡീസലിന്റെ എക്സൈസ് തീരുവ പൂർണ്ണമായും ഒഴിവാക്കി. പൊതുമേഖലാ എണ്ണക്കമ്പനികൾക്കുണ്ടാകുന്ന അധിക ബാധ്യത കുറയ്ക്കുകയാണ് നടപടിയുടെ ആത്യന്തിക ലക്ഷ്യം. ഡീസൽ വില വർധന പിടിച്ചു നിർത്തുന്നതോടെ രാജ്യത്ത് വിലക്കയറ്റമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. പെട്രോൾ എക്സൈസ് തീരുവ കുറവ് വരുത്തിയത് സാധാരണക്കാർക്കും പ്രയോജനം ചെയ്യും. അതേസമയം രാജ്യത്ത് എനർജി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്ന തരത്തിലുള്ള ദുഷ്പ്രചരണം കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി തള്ളി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൃത്യമായ ലഭ്യത കേന്ദ്രം ഉറപ്പാക്കുന്നുണ്ട്. ഇത്തരം ദുഷ്പ്രചരണങ്ങളിൽ ആശങ്ക വേണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജനം.